ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനോജ്, നിന്റെ തീരുമാനം എനിക്ക് അറിയണം. എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ നിനക്ക് ഉദ്ദേശം ഇല്ലെന്നാ ഞാൻ ചോദിച്ചത്. നിനക്ക് എപ്പോ വേണേ ഇങ്ങോട്ട് വരാലോ. അത് പറ്റില്ല. ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അല്ല വന്ദന, നിന്നെ എന്താ എനിക്ക് എത്ര സ്നേഹിച്ചിട്ട് മതിയാവാത്തത്? അതെ, പ്രണയ സത്യാണെങ്കിൽ അതിനെ കുറിച്ച് ആരൊക്കെ വിചാരിച്ചാലും ഇരിക്കാൻ പറ്റില്ല. ജഗാ, ഇടയ്ക്ക് ചില പിണക്കങ്ങളൊക്കെ ആവാം. എന്തേതോ ഉറക്കെ പറയല്ലേ, പതുക്കെ പറഞ്ഞാ പോരെ. ഹരിത കേക്കണ്ടേ? ആക്ടിങ്. ഉറക്കെ പറഞ്ഞു. ഇടയ്ക്ക് ചില പിണക്കങ്ങളൊക്കെ വരാം എന്ന് വെച്ച് കരളിൽ പതിഞ്ഞതിനെ പറിച്ചു കളയാൻ ഒരു പെണ്ണിനും കഴിയില്ല. ആണിനും അതെ ബന്ധു. അതെ, ഇന്നേ എന്റെ മുത്തിന്റെ മുടി ഞാൻ പിന്നിട്ട് തരാം. വേണ്ട. പിന്നെ ജഗന് മുടിയൊക്കെ പിന്നാൻ അറിയോ? അറിയില്ല. പിന്നെ ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും. ഈ ജഗന്റെ ഒരു കാര്യം. എന്റെ ബന്ധുവിന്റെ ഒരു കാര്യം. മതി അഭിനയിച്ചത്. ഹരിതയൊക്കെ പോയി. ഇത്ര പെട്ടെന്ന് പോയാ? അതെന്താ? അല്ല നമ്മുടെ റൊമാൻസ് കൂടുതലായിട്ട് കണ്ടാലേ അവൾക്ക് ഒരു ഇത് വരും. അവളെ കാണിക്കാൻ എന്ന് പറഞ്ഞിട്ട് ജഗൻ ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. ഞാനാ ടൈപ്പൊന്നും അല്ല. ഞാനേ ഡീസന്റാ, വെരി ഡീസന്റ്. അവിവേകമായി അഭിനയത്തിന്റെ ഭാഗമായിട്ട് ഈ ജഗനെന്ന് പറയുന്ന വന്ദനയുടെ ഭർത്താവ് വന്ദനയോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സോറി. എന്ത്? അതെ, പ്രണയ സത്യാണെങ്കിൽ അതിനെ കുറിച്ച് ആരൊക്കെ വിചാരിച്ചാലും ഇരിക്കാൻ പറ്റില്ല. എന്താ ജഗന്നത്? എന്താ? ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? വാ വാ വാ. ഹരിത നിൽക്കുന്നുണ്ട വന്ദനെ. ഹരിത ഇപ്പൊ മനോജനെ വിളിക്കും. എനിക്ക് തോന്നുന്നില്ല. മനോജനെ വിളിക്കുന്നു. ഇനി വാ, നമുക്ക് അവരുടെ സ്വകാര്യതയിൽ നിൽക്കണ്ട. അല്ല,
കുറച്ചുകൂടെ നിന്ന് നോക്കിയിട്ട് പോവാം. വേണ്ടെന്നല്ലേ പറഞ്ഞ? അവര് തമ്മിൽ സംസാരിക്കട്ടെ. ഏയ്, ഏയ്, പോലെ. മാറ്. ഐ, വന്ദന അവര് ശ്ശേ. നല്ലൊരു ചാൻസ് ആയിരുന്നു സെറ്റാകാൻ, അത് നശിപ്പിച്ചു. ഹാ. ഹലോ ഹരിതേ. മനോജ്, എടാ എന്തായി നിന്റെ തീരുമാനം? അതെന്താ ഹരിതേ നീ അങ്ങനെ ചോദിച്ചത്? മനോജ്, നിന്റെ തീരുമാനം എനിക്ക് അറിയണം. എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ നിനക്ക് ഉദ്ദേശം ഇല്ലേന്നാ ഞാൻ ചോദിച്ചത്. നിനക്ക് എപ്പോ വേണേ ഇങ്ങോട്ട് വരാലോ. അത് പറ്റില്ല. മനോജ് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോണം. ഹരിതേ, ഞാനൊരു ജോലി അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അത് റെഡിയാക്കിയിട്ട് നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് വരാൻ എന്റെ ഐഡിയ. ജോലിയും കൂലിയില്ലാതെ ഞാൻ അങ്ങോട്ട് വന്ന നിന്റെ അച്ഛൻ നിന്നെ എന്റെ കൂടെ അയക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പണ്ട് പ്രേമിച്ചോണ്ട് നടക്കുന്ന സമയത്ത് നീ കാണിച്ച ധൈര്യം നിനക്കിപ്പൊ ചോർന്നു പോയോ? അതോ നീ ധൈര്യം ഇല്ലാത്തവനായിട്ട് അഭിനയിക്കുവാണോ? എന്റെ അവസ്ഥ നിനക്കറിയാലോ. നിന്റെ അവസ്ഥ ആരെക്കാളും നന്നായിട്ട് എനിക്കാണ് അറിയാവുന്നത്. വീണ്ടും കടബാധ്യതയും തൊഴിലില്ലായ്മയും പറഞ്ഞ് മുന്നോട്ട് വരരുത്. എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. എനിക്ക് ആവശ്യം മനോജിന്റെ സ്നേഹവും കരുതലുമാ. ഈ ജന്മം എനിക്കത് മതി. ഹരിതേ, എനിക്കതൊന്നും അറിയണ്ട. നീ എന്നെ വന്ന് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോയേ പറ്റൂ. ഞാൻ ഫോൺ വെക്കുവാ. ഹരിതേ, ഹലോ. മാരതാപം. മാധവൻ നായരുടെ കുടുംബം കുട്ടിച്ചോറാക്കിയിട്ട് വന്ന വിരഹിണിക്ക് തിരിച്ചു പോയിക്കോളാൻ വയ്യത്രേ. എല്ലാം ശരിയാക്കി തരാൻ ഞാൻ. വന്ദനെ, ഹരിതയെ വിളിച്ചത് മനോജിനെ തന്നെ ആയിരിക്കുമെന്നല്ലേ വന്ദനയുടെ സംശയം? അതെ, ഹരിതയുടെ സ്വഭാവം അനുസരിച്ച് മനോജിനെ വിളിക്കാൻ സാധ്യത കുറവാ. വന്ദനയ്ക്ക് ഇങ്ങനെയൊരു സംശയം ഉണ്ടാവുമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഹരിതയെ വിളിച്ചത് മനോജിനെ തന്നെയായിരുന്നു ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ അവിടുന്ന് വരത്തുള്ളായിരുന്നു.